ഓം ശാന്തി. മസ്തക സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ ഒരു പ്രകാശപുഞ്ചമാണ്. വിദേഹി ആത്മാവാണ്. 5 തത്വങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഈ ശരീരത്തിലാണെങ്കിലും ഞാൻ ശരീരത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്നു. എൻ്റെ നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മം ചെയ്യിപ്പിക്കുന്ന, കർമ്മത്തിലും യോഗത്തിലും പൂർണ്ണ സന്തുലനം വെക്കുന്ന ഞാൻ കർമ്മയോഗിയാണ്. സ്വയം ചെയ്യിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി കർമ്മം ചെയ്യുന്നു. സദാ നിമിത്തമായി കാര്യം ചെയ്യുന്നു. മുഴുവൻ ഭാരവും ഒരു ബാബയ്ക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ കർമ്മവും യോഗവും കമ്പൈൻഡ് ആണ്. ഓരോ കർമ്മവും ബാബയെ കൂട്ടുകാരനാക്കി ചെയ്യുന്നു. സഹജമായി ചെയ്യുന്നു. കർമ്മത്തെ യോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. കർമ്മത്തിലും യോഗത്തിലും ബാലൻസ് വെച്ച് സർവരുടെയും ബ്ലെസ്സിംഗ് പ്രാപ്തി ചെയ്ത് ഓരോ കഠിന കാര്യവും സഹജമായി അനുഭവം ചെയ്യുന്നു. കർമ്മത്തിന്റെ ബന്ധനത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. കർമ്മത്തിൽ നിന്നും നിർമോഹിയാകുന്നു. കർമ്മത്തിന്റെ ഫലപ്രാപ്തിയിലും നിർമോഹിയാകുന്നു. ഇത് കർമാതീത ആത്മാവിന്റെ അനുഭവമാണ്. ഏതു വലിയ കാര്യമായാലും കളിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നു. സഹജമായി സഫലതയുണ്ടാകുന്നു. ഞാൻ ഓരോ കർമ്മവും അശരീരി സ്ഥിതിയിൽ സ്ഥിതമായി ചെയ്യുന്നു. സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നു. ശരീരത്തിന്റെ ബന്ധനവുമില്ല, കർമ്മത്തിന്റെ ബന്ധനവുമില്ല. സ്വഭാവ സംസ്കാരത്തിന്റെയോ വ്യക്തി വൈഭവത്തിന്റെയോ ബന്ധനമില്ല. ഞാൻ സേവയും ബന്ധനമുക്തമായി നിമിത്തമായി ചെയ്യുന്നു. നിസ്വാർത്ഥ സേവ ചെയ്യുന്നു. മഹീന ബുദ്ധിയിലൂടെ സൂക്ഷ്മ ബന്ധനങ്ങളെയും തിരിച്ചറിഞ്ഞ് സമാപ്തമാക്കുന്നു. പരിധിയുള്ള ആഗ്രഹങ്ങളിൽ നിന്നും പരിധിയുള്ള കണക്കുവഴക്കുകളിൽ നിന്നും മുക്തമായിരിക്കുന്നു. സേവയിൽ വിസ്താരത്തിൽ പോയി സാരസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഓരോ കർമ്മവും സാക്ഷിയായി വേറിട്ടതും നിർമോഹിയുമായി ചെയ്യുന്നു. സ്വയം ഒരു അലൗകിക ആത്മാവാണെന്ന് മനസ്സിലാക്കി കർമ്മം ചെയ്യുന്നു. സദാ അലൗകിക ശ്രേഷ്ഠ ജീവിതത്തിന്റെ ലഹരിയിലിരിക്കുന്നു.
സംബന്ധത്തിൽ വരുന്ന സർവ ആത്മാക്കൾക്കും അലൗകിക അനുഭവം ചെയ്യിക്കുന്നു. ഏതോ പരിതസ്ഥിതിയിലും സ്വസ്ഥിതി അജൽ അഡോൾ നിർബന്ധന നിർവികൽപമായിരിക്കുന്നു. ആത്മീയ പ്രകമ്പനങ്ങൾ വായുമണ്ഡലത്തിൽ പരത്തുന്നു. സ്ഥിതിയെ മഹാനാക്കി സാക്ഷാത്കാരമൂർത്തിയാകുന്നു. സ്വയം കർമാതീത ആത്മാവായി അനുഭവം ചെയ്യുന്നു. കർമ്മത്തിന്റെ സംബന്ധത്തിലും സ്വാർത്ഥഭാവത്തിൽ നിന്നും മുക്തമാണ്. ഞാൻ ബന്ധനമുക്ത ആത്മാവാണ്, സേവാധാരിയാണ്. ബാബയുടെ നിർദ്ദേശമാണ്, ദേഹി അഭിമാനിയാകൂ. ഏറ്റവും വലിയ രോഗം ദേഹാഭിമാനത്തിൻ്റെതാണ്. യോഗബലത്തിലൂടെ കർമ്മഭോഗത്തിനു മേലെ വിജയം പ്രാപിക്കുന്നു. പൂർണ്ണമായും ദേഹി അഭിമാനിയാകുന്നു. സന്തോഷത്തോടെ ലഹരിയിലിരിക്കുന്നു. പെരുമാറ്റവും നന്നാകുന്നു. എത്രത്തോളം ദേഹി അഭിമാനിയാകുന്നുവോ അത്രയും ബാബയെ ഓർമ്മിക്കുന്നു. പിന്നീട് അളവറ്റ സന്തോഷമുണ്ടാകും. ദൂരെ പരബ്രഹ്മത്തിലിരിക്കുന്ന പരമേശ്വരന് ലഭിച്ചു. അവരിലൂടെ 21 ജന്മത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. ഞാൻ കേവലം ദേഹി അഭിമാനിയായി മാറുന്നു. ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ദേഹി അഭിമാനിയായി ഉയർന്ന പദവി നേടുന്നു. ദേഹി അഭിമാനിയാകാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുന്നു. പെരുമാറ്റം നല്ലതാക്കുന്നു. ദേഹാഭിമാനത്തിൽ വന്ന് തലകീഴായ കർമ്മം ചെയ്യില്ല. വളരെ സ്വീറ്റായിരിക്കുന്നു, ശീതളമായിരിക്കുന്നു. ക്രോധത്തിന്റെയും മോഹത്തിന്റെയും ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. റിക്കാർഡ് കൊടുക്കുന്നതിന്റെ റെക്കോർഡ് ശരിയാക്കി വെച്ച് സന്തോഷത്തിന്റെ മഹാദാനം ചെയ്യുന്ന പുണ്യാത്മാവാകുന്നു. ബഹുമാനം കൊടുക്കുന്നു, ബഹുമാനമെടുക്കുന്നു. ഇപ്പോൾ ഈ കണക്കെടുക്കണം. ഞാൻ സന്തോഷത്തിന്റെ ദാനം ചെയ്യുന്ന മഹാദാനി പുണ്യാത്മാവായി മാറും. ബഹുമാനം കൊടുത്ത് സന്തുഷ്ടമാക്കുക, ഇത് ഏറ്റവും വലിയ പുണ്യകർമ്മത്തിന്റെ സേവനമാണ്. ഓരോ നിമിഷവും അന്തിമ നിമിഷമെന്ന് മനസ്സിലാക്കി നടക്കുന്നു, എവറെഡിയാകുന്നു. ബാബ സൂചന നൽകുന്നു. രാവിലെ മുതൽ രാത്രി വരെ തന്റെ പ്രോഗ്രാം തയ്യാറാക്കി ഡെയിലി ഡയറി എഴുതൂ. നിശ്ചിന്തരായിരിക്കൂ. ഓം ശാന്തി.